ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ പരസ്യ ആരാധനയും വിശ്വാസ പ്രഘോഷണവും തടസ്സമില്ലാതെ നൂറ്റാണ്ടുകളായി തുടരുന്നത് കേരളത്തിൽ മാത്രമെന്ന് മുൻ DGP ജേക്കബ് പുന്നൂസ്. കേരളത്തിന്റെ ആദ്യകാല രാജാക്കന്മാർ ഉൾപ്പെടെ ഭരണാധികാരികളോടും വിവിധ മതവിഭാഗങ്ങളോടും ക്രൈസ്തവ സഭ ഇക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ മറുനാട്ടിൽ നിന്ന് വന്നവർ, ഞങ്ങൾ ഇവിടുത്തുകാരായി, ഞങ്ങൾ ഈ നാടിൻ്റെതായി ഞങ്ങൾ മാറിയിട്ട് 50 കൊല്ലമായി. ഇത് ഞങ്ങളുടെ കൂടി നാടാണ്. 50 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ നാടിന് വേണ്ടി ഞങ്ങൾ നിലകൊണ്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ദേവാലയവും ഈ ദേവാലയത്തിൻ്റെ ജൂബിലിയും എന്നുള്ളതിൻ്റെ പരസ്യ പ്രഘോഷണമാണ് ഈ ജൂബിലി ആഘോഷങ്ങൾ. ഇങ്ങനെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ ധാരാളം ആളുകളോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഈ ദേവാലയത്തിന്റെ ആരംഭദശ, ഈ ഇടവകയുടെ രൂപീകരണം. പുനലൂർ തിരുഹൃദയ ഇടവകയുടെ സുവർണ ജൂബിലി സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുതയ്ക്ക് കേരളം ഉത്തമ മാതൃകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഡോക്ടർ ജെയിംസ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്നേഹതീരത്തിനുള്ള സഹായം സിസ്റ്റർ റോസ്ലിൻ ഏറ്റുവാങ്ങി. ഇടവകയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം, വിവാഹ ജൂബിലി ആഘോഷിച്ചവരെ ആദരിക്കൽ എന്നിവയും നടന്നു. ജൂബിലി സ്മാരക ഭവന നിർമ്മാണം, കൊടിമരം ഇവയുടെ അടിസ്ഥാന ശിലകൾ വെഞ്ചരിച്ച് കൈമാറി. ഫാദർ ജോസഫ് നാൽപ്പതാംകുളം, ഫാദർ ജോജി മരങ്ങാട്ട്, ഫാദർ ജോർജ് മാന്തുരത്തിൽ, ഫാദർ വർഗീസ് ഈന്തുംകുഴി, ബെറ്റ്സി ഷാജി പാലത്ര, ജോസി കടന്തോട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.